എല്ലാവർക്കും നമസ്കാരം. പ്രസാദ് വൈദ്യർ കരിന്തറ മാന്ത്രിക വൈദ്യമഠം കാർത്തിക ആയുർവേദിക് സഞ്ഞൂർ നമ്പിശമ്പടി. പ്രശ്നം എന്ന് പറയുന്നത് ലൈംഗിക ബലഹീനതയാണ്. ഇത് ഒറ്റ ദിവസം കൊണ്ട് നടക്കുമോ, 2 ദിവസം കൊണ്ട് നടക്കുമോ, ഇത്ര കാലം കഴിക്കേണ്ടി വരുമോ, എത്ര കാലം കഴിക്കണം എന്നുള്ള സംശയമായിട്ടാണ് ആൾക്കാരൊക്കെ വിളിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു മറുപടിയാണ് ഈ പറയുന്നത്. ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ പറയുന്നത് ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടല്ല, നമ്മുടെ സുഹൃത്തുക്കൾ എന്നുള്ള നിലയ്ക്ക് നമ്മളെ ഈ ഒരു പ്രശ്നമായിട്ട് വരുന്ന ഒരുപാട് പേര് നമ്മുടെ അടുത്തേക്ക് വൈദ്യമായിട്ടും ജ്യോതിഷമായിട്ടും അതുപോലെ തന്നെ മാന്ത്രികപരമായിട്ടും ഒക്കെ വരുന്നത് ഈ ഒരു കാര്യമായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിന്റെ യഥാർത്ഥ വിവരം പറഞ്ഞു തരുന്നത്. അപ്പൊ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ. പല ആളുകളും വിളിക്കുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് ഉദ്ധാരണ പ്രശ്നം. ആളുകൾ ചോദിക്കുന്നത് പെട്ടെന്ന് നടക്കുമോ, കഴിച്ച അന്നൊക്കെ ഫലം കിട്ടുമോ, പിന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ ഫലം കിട്ടുമോ, അല്ലെങ്കിൽ എത്ര ദിവസം പിടിക്കും, എന്താണ് ഇതിന്റെ കാര്യം എന്നൊക്കെ ചോദിച്ചിട്ടാണ് വിളിക്കുന്നത് ജനങ്ങൾക്ക്. അപ്പോൾ നമ്മളിതിന്റെ യഥാർത്ഥ കാര്യം പറയുന്ന സമയത്ത് ആൾക്കാർക്കൊക്കെ ഒരു മടിയാണ്. പക്ഷെ ഈ സാധനം, ഈ ഒരു ഉദ്ധാരണ പ്രശ്നം നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നടക്കണമെങ്കിൽ അതാത് ദിവസം തന്നെ നമുക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണമെങ്കിൽ നമുക്കതിന് ഈ വയാഗ്ര പോലുള്ള ഗുളികകൾ കഴിച്ചിട്ടാണ് പറ്റുള്ളൂ. അത് കഴിക്കുമ്പോൾ നമുക്ക് ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ലിവർ, കിഡ്നി, ഹാർട്ട് സംബന്ധമായിട്ടുള്ള ആളുകൾക്കൊക്കെ, രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവർക്കൊക്കെ ഇത് വളരെ ദോഷം ചെയ്യും. എന്നാൽ ഇത് പെട്ടെന്നാവോ എന്നുള്ളൊരു കാര്യത്തിന് വരുമ്പോൾ ഈ ഉദ്ധാരണം നഷ്ടപ്പെടുന്നത് തന്നെ ഒരു ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്നതല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വളരെയധികം വീക്ക് വരുമ്പോൾ ആണ് നമുക്കിത് അനുഭവത്തിൽ കാണുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കത് ആദ്യമൊക്കെ നമ്മൾ വിവാഹം കഴിഞ്ഞ കാലത്തോ അല്ലെങ്കിൽ ദാമ്പത്യം നമ്മൾ നല്ല ആരോഗ്യമുള്ള കാലത്തൊക്കെ 2 നേരം 3 നേരം 4 നേരം ബന്ധപ്പെട്ടവരുണ്ടായിരിക്കാം ഒരു ദിവസം. പക്ഷെ അത് പിന്നീട് 2 നേരമാവും, പിന്നീട് അത് 1 നേരമാവും, പിന്നീട് അത് 1.5 പിന്നീട് അത് 3 ദിവസം കൂടുമ്പോഴാവും, പിന്നെ അത് കുറഞ്ഞിട്ട് ആഴ്ചയിലായി, മാസത്തിലായി, പിന്നെ അങ്ങനെ നീണ്ടു പോകണം. ചില ആളുകൾ പറയും ഒരു ദിവസം ബന്ധപ്പെട്ടാൽ ഒരാഴ്ച കഴിഞ്ഞിട്ടേ പിന്നെ പറ്റുള്ളൂ എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരാഴ്ചത്തെ ഭക്ഷണത്തിന്റെ പോഷകം ഉണ്ടെങ്കിലേ ഈ ആൾക്ക് അത് പിന്നീട് ബന്ധപ്പെടാൻ ആവുന്നുള്ളൂ എന്നുള്ളതാണ്. അതൊരു രോഗത്തിന്റെ പ്രശ്നമല്ല. നമുക്കത് ഉദ്ധാരിക്കാനുള്ള അല്ലെങ്കിൽ ഉദ്ധാരണം ഉണ്ടാവാനുള്ള പോഷകം നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞതുകൊണ്ടാണ് ഒരു ആഴ്ചയിൽ ഒരു ദിവസമേ പറ്റുള്ളൂ എന്ന് ആവണത്. കാരണം ഈ നമ്മൾ കഴിക്കുന്ന ഇന്നത്തെ ഭക്ഷണത്തിൽ നിന്നൊന്നും ആളുകൾക്ക് ഉദ്ധാരണ പവറിന് വേണ്ടിയിട്ടുള്ള ഒരു പോഷകമൊന്നും കിട്ടുന്നില്ല. അപ്പോൾ നല്ലോണം വീക്കായി കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കിത് അനുഭവത്തിൽ വരിക. അപ്പോൾ എന്താണ്, ഇത് റിക്കവർ ആവാൻ തന്നെ ഒരു 3 മാസമെങ്കിലും നമ്മൾ അടുപ്പിച്ച് മുട്ട, പാല്, ബദാം പരിപ്പ്, ഈത്തപ്പഴം മുതലായ സാധനങ്ങൾ കഴിക്കുക. ഇതൊക്കെ കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കാണ് മറ്റ് ഈ ധാതുപുഷ്ടി എന്ന് പറയുന്ന ഫുഡ് സപ്ലിമെന്റ് ഒക്കെ കഴിക്കേണ്ടതുള്ളൂ. നമ്മൾ നല്ല രീതിയിലുള്ള ഭക്ഷണം കഴിച്ചാൽ മാത്രം മതി. ഇതൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫുഡ് സപ്ലിമെന്റ് ആയിട്ട് വാങ്ങി കഴിക്കാനും പേടി, നായക്കൊർണ പരിപ്പ്, അമുക്കൂരം ഇങ്ങനെയുള്ള ഇതിലാണ് ഏറ്റവും കൂടുതൽ ഈ ടെസ്റ്റോസ്റ്റിറോൺ ഉൽപ്പാദിപ്പിക്കാനുള്ള പോഷകം ഇരിക്കുന്നത്. അപ്പോൾ ഈ ടെസ്റ്റോസ്റ്റിറോൺ ഉൽപ്പാദിപ്പിക്കാനുള്ള പോഷകമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലാണ് ഇപ്പോൾ ഈ മുട്ടയും പാലും കാര്യങ്ങളൊക്കെ. അതിന്റെ പുറമെ നമുക്ക് ഈ ബദാം പരിപ്പ്, അതുപോലെ തന്നെ അമുക്കൂരം, ശതാവരിക്കിഴങ്ങ്, നിലപ്പനക്കിഴങ്ങ് ഇങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ അത് കഴിക്കുമ്പോൾ ചില ആളുകൾക്ക് പറയാം കിഡ്നിക്ക് പ്രശ്നമുണ്ട്, അതിന് പ്രശ്നമുണ്ട്, ഇതിന് പ്രശ്നമുണ്ട്. ഇതൊക്കെ ഫുഡ് സപ്ലിമെന്റ് ആണെങ്കിൽ പോലും കഴിക്കാൻ പേടിയുള്ള ആളുകളാണെങ്കിൽ ഭക്ഷണത്തിലൂടെ റിക്കവർ ആക്കാൻ നോക്കുക, അതല്ലെങ്കിൽ ഇതിലൂടെ റിക്കവർ ആക്കാൻ നോക്കുക. ഇതിൽ ഏതെങ്കിലും ഒരു മാർഗം സ്വീകരിച്ചെങ്കിൽ മാത്രമാണ് ഈ ഉദ്ധാരണം എന്ന് പറയുന്ന ഈ ഒരു സംഗതി റെഡി ആവുള്ളൂ. അപ്പോൾ ഒരുപാട് പേര് ദൈനംദിനം വിളിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇത് എടുത്ത് പറയാൻ കാരണം. അപ്പോൾ കാലക്രമേണ ഇല്ലാതായി പോയതാണ്. അത് മെല്ലെ റെഡി ആവുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിന് വേണ്ടി പരിശ്രമിക്കുക. അല്ലാതെ അത് അപ്പോഴേക്കും ഫലം കിട്ടുന്ന പല മരുന്നുകളും വിപണിയിലുണ്ട്. അത് വൈദ്യശാല നടത്തുന്ന ആളുകളൊക്കെ പറയാം ചാത്തൻ എന്നാണ്, ചാത്തൻ മരുന്ന് അതിനൊക്കെ പറയാം. കാരണം കാര്യമായ മേൽവിലാസമൊന്നും ഇല്ലാതെ തട്ടിക്കൂട്ടായിട്ട് ഉണ്ടാക്കി
കൊണ്ടുവരുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. പല ഗവൺമെന്റ് കണ്ടില്ലേ, വർഷത്തിൽ കാണാം 300 കമ്പനി മെഡിസിൻ നിർത്തലാക്കി, 400, അത് 300 ഐറ്റംസ് ഒക്കെയാണ് ഒരു വർഷത്തിൽ നിർത്തലാക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ പലതും ഇറങ്ങിയിട്ട് അത് കഴിക്കുമ്പോൾ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് അത് ഗവൺമെന്റ്, നമ്മുടെ ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിട്ടാണ് അതൊക്കെ നിർത്തലാക്കുന്നത്. അപ്പോൾ ഈ സപ്ലിമെന്റ് താൽക്കാലികമായിട്ടുള്ളതിന്റെ മേലെ പോവാതെ നല്ല ഭക്ഷണത്തിലൂടെയോ അല്ലെങ്കിൽ ഫുഡ് സപ്ലിമെന്റ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള രീതിയിലോ കഴിച്ച് ശരിയാക്കാൻ ശ്രമിക്കുക. അതിന് നമ്മൾ സമയം പിടിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യാം. പിന്നെ വീക്കായി കഴിഞ്ഞാൽ, ഉദ്ധാരണം കുറഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് മാനസികമായിട്ടൊരു പ്രശ്നമുണ്ട്. എണീക്കില്ലേരിക്കോ, ഈ ബന്ധപ്പെടാൻ നിൽക്കുന്ന സമയത്ത് എണീക്കില്ലേരിക്കോ എന്നുള്ളൊരു തോന്നൽ ആളുകളുടെ കയ്യിൽ വരിക. അങ്ങനെ വരുമ്പോൾ അത് തീരെ എണീക്കില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ ഇതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ റെഡി ആയാൽ നമുക്ക് നടക്കാം എന്നുള്ള തരത്തിലേക്കുള്ള ചിന്താഗതിയോട് കൂടി ഇരിക്കുക. കാലഘട്ടം മാറി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് കൊറോണയ്ക്ക് ശേഷം ഒരുവിധമുള്ള ആൾക്കാർക്കൊക്കെ അതിനകത്ത് 100% എന്ന് പറയാവുന്ന തരത്തിൽ ഉദ്ധാരണം നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഇനി അത് റിക്കവർ ആക്കി എടുക്കാൻ നല്ല രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. അപ്പോൾ ഒന്നാമത് പോഷകക്കുറവും ഈ വാക്സിനോ അല്ലെങ്കിൽ കൊറോണയ്ക്ക് ശേഷം പൊതുവായിട്ടും ബാധിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ നിങ്ങളത് റിക്കവർ ആക്കാൻ ശ്രമിക്കലായിരിക്കും ഏറ്റവും നല്ലത്. അല്ല, പുരുഷന്മാർക്ക് നോക്കുമ്പോൾ കടബാധിത വന്നാൽ ലിംഗം ഉദരിക്കില്ല, മാനസിക സംഘർഷം വന്നുണ്ടാവില്ല, കഠിനാധ്വാനം ഉണ്ടാവില്ല. അതുപോലെ തന്നെ പല കാര്യങ്ങളെ കൊണ്ടും ഈ പോഷകക്കുറവും ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ മുതലായ രോഗങ്ങൾ, ഇത്രയൊക്കെ കാരണങ്ങളെ കൊണ്ടൊക്കെ അത് വീക്കാവാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഷുഗർ ഉള്ള ആൾക്കാർക്ക് ഈത്തപ്പഴം കഴിക്കാൻ പറ്റില്ല. അപ്പം മധുരം നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞാൽ തന്നെ നമുക്ക് ഓജസ് കുറയും. അതാണ് ഈ ഷുഗർ വന്ന ആൾക്കാരൊക്കെ മെലിയാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് രോഗത്തിനനുസരിച്ച് വേണ്ട പല രോഗങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പല ഭക്ഷണങ്ങളും കഴിക്കാൻ പറ്റാത്തതും ഇതിനൊരു പ്രശ്നമാണ്. അവർക്കൊക്കെയാണ് ഈ നായക്കൊണ്ട പരിപ്പും അങ്ങനെയൊക്കെ ഉള്ളത് കഴിക്കുന്നത് നല്ലത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ പൊതുവെ പുരുഷന്മാരൊക്കെ ഉണ്ട്. സ്ത്രീകളെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് നല്ല ഭക്ഷണം കഴിച്ചാൽ അവർ ഓക്കെ ആയി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ഭക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ കൊഴുപ്പുകളും ഒക്കെയാണ്. അപ്പോൾ ഹോർമോണൊക്കെ കുത്തി കൊടുത്തിട്ടുള്ള ചിക്കനും മറ്റു കാര്യങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് സ്ത്രീകളെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് എല്ലാ അവയവങ്ങളും ലൈംഗികപരമായിട്ടായിക്കോട്ടെ ഒക്കെ നല്ല ഓജസ്സിലാണ്. കാരണം വെച്ചാൽ 60 വയസ്സ് അല്ലെങ്കിൽ 80 വയസ്സുള്ള ഒരു പ്രായമുള്ള ഒരാളെ ഇന്ന് പ്രായം എത്രയെന്ന് ചോദിച്ചാൽ നമ്മൾ ഞെട്ടും. പ്രായം അവർക്ക് 80 ആയിരിക്കും, എന്നാലോ അവരെ കണ്ടു കഴിഞ്ഞാൽ ഒരു 50ന്റെ ലുക്കേ ഉണ്ടാവുള്ളൂ. 30 വയസ്സ് കുറഞ്ഞ സൗന്ദര്യത്തിലാണ് ഇന്നത്തെ സ്ത്രീകൾ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ ആണുങ്ങളും അത് തന്നെ, പ്രായം കൊണ്ടൊക്കെ ആ ഒരാൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ 75 ആൾക്കാരൊക്കെ 45ന്റെ ലുക്കിലാണ് നടക്കുന്നത്. കാരണം വെച്ചാൽ ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഓജസ്സും തേജസ്സും സൗന്ദര്യവും ഒക്കെ ഉണ്ട്, പക്ഷെ മറ്റേ സാധനം എണ്ണിക്കൂല. അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ അവരുടെ ആ വിള്ളല് 80കളിലും ഉണ്ട് എന്നുള്ളതാണ്. കാരണം സ്ത്രീകളെ വെച്ച് നോക്കുമ്പോൾ 80 വയസ്സായ ഒരാൾ 60ന്റെ ലുക്കാണ്. ആ ലുക്കിനനുസരിച്ച് അവർക്ക് ഇന്ന് മരിക്കുവോളം അവർക്ക് ആ ദാമ്പത്യ ജീവിതത്തിനുള്ള ക്രേസ് ഉണ്ട്. അത് ഇവിടെ ഭക്ഷണത്തിൻ്റെയാണ്, സ്വഭാവദൂഷ്യ മറ്റുള്ള യാതൊരു പ്രശ്നങ്ങളെ കൊണ്ടുമല്ല. പക്ഷേ ആണുങ്ങളെ വെച്ച് നോക്കി നോക്കുമ്പോൾ ഒരു 25ന്റെ മുകളിലേക്കാണ്ട് ഈ സാധനം എണീക്കുന്നില്ല. അപ്പോൾ അവിടെ തന്നെ വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ അത് ഏതൊരു വ്യക്തിയുടെയും ജീവിതം ആനന്ദപൂർണ്ണമാവണമെങ്കിൽ ഈ ദാമ്പത്യ ജീവിതം നല്ല കെട്ടുറപ്പും നല്ല രീതിയിലും ആയെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഞാനൊരു വൈദ്യരും ഈ പൂജാരിയൊക്കെ ആയുള്ള ഒരാൾ ഇത് പറയുമ്പോൾ ആൾക്കാർക്കൊരു എന്താ പറയുക, ഇയാൾ എന്തൊക്കെ പറയണമെന്ന് തോന്നും. കാരണം എന്താ വെച്ചാൽ ഈ പ്രശ്നമായിട്ടാണ് നമ്മളെടുത്ത് എല്ലാ മേഖലയിലും വരുന്നത്. പൂജയ്ക്ക് വരുന്നതും ഈ ലൈംഗിക പ്രശ്നം കൊണ്ട് കുടുംബം കലങ്ങിയിട്ടാണ്. പിന്നെ ആരോഗ്യ പ്രശ്നത്തിന് മരുന്ന് മേടിക്കാനും വരുന്നത് ഈ ഒരു പ്രശ്നമാണ്. ജ്യോതിഷം നോക്കാൻ വേണ്ടി വരുന്നതും ഈ ഒരു പ്രശ്നമാണ്. അപ്പൊ ജനങ്ങളുടെ പ്രശ്നമായതുകൊണ്ട് തന്നെയാണ് ഇത് വെട്ടി തുറന്ന് പറയുന്നത്. അപ്പോൾ ഉദ്ധാരണം എന്നുള്ളതിനെ കുറിച്ചിട്ടും ദാമ്പത്യ ജീവിതത്തിനെ കുറിച്ചും ഒരു ദമ്പതികൾ ഉണ്ടെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിനെ പരിഹരിക്കാൻ ശ്രമിക്കുക. ഇത് ഒരു ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ അത് പലയിടത്തും പോയിട്ട് വരണ കാരണമാണ് ഇവിടെ നടക്കാത്തതെന്നാണ് പറയുക. അങ്ങനെയൊന്നും അല്ല. ഈ സാധനം എണീക്കാഞ്ഞിട്ട് എന്താ ചെയ്യാതായിട്ട് എവിടേക്ക് പോണ്. അപ്പോൾ ഇതിനു വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് പോഷകം കൊണ്ട് തന്നെ നടക്കുള്ളൂ. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഈ ഇത്രയും പോഷകം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ പോഷകത്തെ ആരോഗ്യമാക്കി മാറ്റിയെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ സാധനം വർക്ക് ചെയ്യുള്ളൂ.
ഇപ്പോൾ മുട്ടയും പാലും ഇതൊക്കെ തിന്നിട്ട് വെറുതെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അയാൾക്ക് കൊഴുപ്പ് കൂടിയിട്ട് കൊളസ്ട്രോൾ വന്ന് പ്രശ്നം ഉണ്ടാവും. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നല്ല വ്യായാമം ചെയ്യുക എന്നും കൂടി ഇതിൽ പിന്നിൽ വലിയൊരു കാര്യമാണ്. എന്നെങ്കിൽ മാത്രമാണ് ഉദ്ധാരണം എന്നുള്ള നമ്മുടെ ആരോഗ്യ അവസ്ഥയിലേക്ക് ഇത് മാറുള്ളൂ. ഇപ്പോൾ ഈ ജിമ്മിന് പോകുന്ന ആൾക്കാരുണ്ടല്ലേ, അവരുടെയൊക്കെ മെനു കണ്ടിട്ട് ചെയ്യാൻ ബോധം കെടും. കാരണം വെച്ചാൽ 20 കോഴിമുട്ട, 1 കിലോ ചിക്കൻ, 1 കിലോ മട്ടൻ, ഇതൊക്കെയാണ് അവരുടെ മെനു. അവരത് തിന്നില്ലെങ്കിൽ ഈ മസിൽ വരില്ല. തിന്നില്ലെങ്കിൽ അവർ നടു ഒടിയും ചെയ്യും, മസിൽ വരില്ല. തിന്നിട്ട് ഇത് വെയിറ്റ് അടിച്ചില്ലെങ്കിൽ അവര് എന്താണ് അറ്റാക്ക് ഒന്നും ചെയ്യും, അത്രയധികം പോഷകം കഴിക്കുന്നത്. അപ്പൊ തിന്നിട്ടാണ് അവർ ഇത്രയധികം ഭക്ഷണം കഴിച്ചിട്ടാണ് അവർ ഈ മസിൽ ഉണ്ടാക്കുന്നത്. അപ്പൊ അവരുടെ മെനു എന്ന് പറഞ്ഞാൽ ഒരു 1000 രൂപ, 1200 രൂപ, 800 രൂപ മുതലങ്ങണ്ട് ഇവരെ മെനുവിൽ അവർക്ക് ഭക്ഷണം കഴിക്കാൻ തന്നെ വരുന്നുണ്ട്. അപ്പൊ അതൊന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ തിന്നുകൊണ്ട് മാത്രം പോരാ, നമ്മൾ നല്ല രീതിയിൽ വർക്കൗട്ടും വ്യായാമവും കൂടി ചെയ്തിട്ട് ഈ പോഷകത്തെ ആരോഗ്യമാക്കി മാറ്റുന്ന സമയത്താണ് നമുക്ക് ലൈംഗികത എന്നുള്ള രൂപത്തിൽ നമുക്കിത് പ്രയോഗത്തിൽ വരുള്ളൂ. അതും കൂടി എല്ലാവരും മനസ്സിലാക്കുക. ഒന്നും പറ്റില്ലെങ്കിൽ നടക്കെങ്കിലും ചെയ്യുക. അപ്പോൾ ഒന്ന് ആഞ്ഞു നടക്കുക. അപ്പോൾ ഇതെങ്കിലൊക്കെ ചെയ്തിട്ട് ഇതിനെ ഒരു പരിഹാരത്തിലേക്ക് എത്തുക. സ്ത്രീകളെ വെച്ച് നോക്കി നോക്കുമ്പോൾ അവർക്ക് യാതൊരു ഇതൊന്നും ബാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് മാനസികാവസ്ഥ അങ്ങനെയാണ്. കാരണം മാനം ഇടിഞ്ഞു വീഴുക പറഞ്ഞാലും ഈ ലൈംഗിക സമയത്ത് ഇവർക്ക് ഓക്കെയാണ്. കാരണം നല്ല സ്നേഹമുണ്ടെങ്കിൽ അവരെല്ലാറ്റിനും ഓക്കെയാണ്. പക്ഷേ കടബാധ്യത ഉണ്ടോ, വീട് ചിലപ്പോൾ നാളെ റോട്ടിക്ക് ഇറങ്ങാൻ ജപ്തി ചെയ്യാമെന്നുണ്ടാവും. പക്ഷെ എന്നാലും ഇതൊന്നും ഇവരെ കുറിച്ച് നോക്കി നോക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യത്തിന് മനസ്സുഖമുണ്ടെങ്കിൽ, മനസ്സുഖം വെച്ചാൽ ഭാര്യ ഭർത്താക്കന്മാർ പ്രണയത്തിലാണെങ്കിൽ ഇവര് ഇതെന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതൊന്നും അവർക്ക് പ്രശ്നമല്ല. പക്ഷെ ഭർത്താവിൻ്റെ നിന്നും പീഡനം വരുമ്പോഴാണ് അവർ മാനസികമായിട്ട് തളരുക. പക്ഷെ മറ്റുള്ള പ്രശ്നമൊന്നും ഇവർക്ക് ദാമ്പത്യത്തിന് ബാധിക്കില്ല. അപ്പൊ ഈ ആണുങ്ങൾ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ പെണ്ണുങ്ങളിൽ നിന്ന് എപ്പോഴും അകന്ന് നിൽക്കുക. എന്താണ്, ഇത് എണീക്കൂലല്ലോ, അടുക്കും തോറും ഈ സംഗതി കൊണ്ടുള്ള ദാമ്പത്യ ജീവിതം വേണം. അതുകൊണ്ട് തന്നെ ഇവരെന്താ വെച്ചാൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അകന്ന് നിൽക്കുകയാണ്, തെറ്റി നിൽക്കുകയാണ്. അതൊരു മണ്ടത്തരാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ പരിഹരിക്കാണ്ട് ഭാര്യനകത്തി നിർത്തിക്കൊണ്ട് ഈ കാര്യം ചെയ്യണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഇരുന്നിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ഈ പ്രശ്നം 2 പേരും കൂടി മനസ്സിലാക്കുക. അപ്പോൾ അവിടെ വരുന്നത് എന്താ വെച്ചാൽ സ്നേഹമല്ല ദാമ്പത്യമല്ല ഒന്നുമില്ലാതെ വരുമ്പോഴാണ് ഈ ഭാര്യമാർക്ക് മറ്റൊരാളുമായിട്ടുള്ള സ്നേഹത്തിലേക്ക് പോകേണ്ടി വരുന്നത്. കാരണം നമ്മൾ ഈ ദുഃഖങ്ങൾ പറഞ്ഞിട്ട് അവരുടെ അടുക്കും. അപ്പോൾ ഈ ദുഃഖങ്ങൾ നമ്മുടെ പ്രശ്നം മാനസികമായിട്ട് ഇറിറ്റേഷനും സംഘർഷ അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇവർ ഇതെന്തായാലും ഒരാളായിട്ട് സംസാരിക്കുക, അങ്ങനെ അടുപ്പങ്ങൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മറ്റൊരാളിലേക്ക് അടുപ്പം വരും. ആ അടുപ്പം ചിലപ്പോൾ അയാൾ മുതലെടുത്ത് വരും. അപ്പോൾ സ്ത്രീകൾ ആലോചിക്കുക, 90% ആൾക്കാരല്ല 100% ഇത് വിട്ട് ലൈംഗികതയ്ക്ക് വേണ്ടി മറ്റൊരാളെ തേടി പോകുന്നുള്ള സ്ത്രീകളുണ്ടെങ്കിൽ ആലോചിക്കുക. എന്താണെന്ന് വെച്ചാൽ ഇത് 90% ആൾക്കാരിലും ഈ സാധനം കത്തിപ്പോയി കഴിഞ്ഞു. ഇനി അഥവാ നമ്മളെ ഒരു ഇഷ്ടമുള്ള ഒരാൾ ആദ്യത്തെ ദിവസമൊക്കെ വല്ല ഡബിൾ ഡോസിൽ വല്ല വയാഗ്ര കഴിച്ച് വന്നിട്ട് സുഖിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് താൽക്കാലികമായിട്ടുള്ള മാത്രമാണ്. അയാൾക്ക് അത് കഴിഞ്ഞാൽ കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഈ ലൈംഗികതയ്ക്ക് വേണ്ടി മറ്റൊരാളെ തേടി പോയാൽ, അല്ലെങ്കിൽ നമ്മളെ നിലവിലുള്ള ബന്ധം ഒഴിവാക്കിയിട്ട് മറ്റൊരു പുരുഷൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും ഈ ഉണങ്ങിക്കടിച്ച സാധനം തന്നെ ഉണ്ടാവുക എന്ന് ആദ്യം മനസ്സിലാക്കിയിട്ട് ഇരുന്നോളെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഓടിപ്പോയ പെണ്ണുങ്ങൾ അയാൾ വിട്ടുപോയതിന് ശേഷം അയാളേലും ഈ സാധനം നഷ്ടമായെന്നറിയുമ്പോൾ ഇവർ നമ്മളെ വിളിച്ചിട്ട് പറയാണ്, വൈദ്യരെയും ഞാൻ രണ്ടാമതൊരാൾ ഇഷ്ടപ്പെട്ടു, അങ്ങോട്ട് പോയി, എനിക്ക് അവിടെ ഇങ്ങനെയായിരുന്നു, എനിക്കൊരു ജീവിത സുഖം കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ആദ്യമൊക്കെ ഒരു കുഴപ്പമുണ്ടായിരുന്നല്ലോ, നല്ലതായിരുന്നു, ഇപ്പൊ തീരെ പറ്റണമില്ല, അയാൾക്ക് എന്നെ വേണ്ടാണ്ടായിരുന്നു. കാരണം ഇവർ ചെന്നത് മാനസിക സംഘർഷമല്ല, ശാരീരിക സുഖത്തിന് വേണ്ടിയിട്ടാണ്. അയാൾ ആ വയാഗ്രയുടെ പവർ കൊണ്ടാണ് ഇതുവരെ കാട്ടിക്കൂട്ടിയത്. പിന്നെ അയാൾക്ക് ആരോഗ്യ പ്രശ്നവും തുടങ്ങി. പിന്നെ ഇതൊരു മര്യാദ അധ്വാനമുള്ള ഒരു ഏർപ്പാടും കൂടിയാണ് ഇതൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ അയാൾ എന്ത് കാട്ടി, അവരിൽ നിന്ന് മാനസികമായിട്ട് അകലുമ്പോൾ പെണ്ണ് വഴിയാധാരമാണ്. ഇങ്ങനെയുള്ളവരും കൂടി വിളിക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ ഇതിൽ പറയണത്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഉദാഹരണ പ്രശ്നമുണ്ടെങ്കിൽ നാച്ചുറലായിട്ട് ചെയ്ത് പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നിങ്ങൾ സ്വന്തമായിട്ട് ഭക്ഷണത്തിലൂടെ കഴിച്ചിട്ട് ആ പോഷകങ്ങളെ ആരോഗ്യമാക്കുന്ന തരത്തിൽ വ്യായാമങ്ങളോ കാര്യങ്ങളോ ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ട് ഈ നായക്കൊർണ പരിപ്പ്, അമക്കൂര അങ്ങനെയൊക്കെയുള്ള ധാതുപുഷ്ടി എന്ന് പറഞ്ഞ പൊടി ആമസോണിൽ കിട്ടും. അത് നിങ്ങൾ വാങ്ങി കഴിക്കുക. അത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ അയച്ചു തരാം. ഇതൊക്കെ തന്നെയാണ് ജനങ്ങളുടെ
പ്രശ്നം എന്നുള്ളത് കൊണ്ടും എപ്പം തന്നെ നടക്കും, 2 ദിവസം കൊണ്ട് എണീക്കോ, 2 ദിവസം കൊണ്ട് മാറുമോ എന്ന് ചോദിച്ചിട്ട് ആൾക്കാർ വിളിക്കുന്നത് കൊണ്ടാണ് ഈ കാര്യം ഇതുപോലെ പറഞ്ഞത്. ഇതിന്റെ മേലെ കണ്ടിട്ട് ഇതിനൊരു വാക്ക് എനിക്ക് പറയാനില്ല. എൻ്റെ അനുഭവം കൊണ്ടും നമുക്കിതിനെക്കുറിച്ച് അറിയുന്നത് കൊണ്ടാണ് നിങ്ങൾ പറയുന്നത്. ഇത് ചില ആൾക്കാർക്ക് ചോദിക്കാൻ മടി, പറയാൻ മടി, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുള്ളത് കൊണ്ടാണ് വീഡിയോ കണ്ടിട്ടെങ്കിലും പരിഹരിക്കട്ടെ എന്നുള്ളത് വിചാരിച്ചിട്ടാണ് ഈ പറയുന്നത്. അപ്പോൾ വൈദ്യം, ജ്യോതിഷം, മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും